വി വി പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോൺഗ്രസ് നേതാവായിരുന്ന വി വി പ്രകാശിന്റെ കുടുംബം ഭാര്യയും മകളും വോട്ട് ചെയ്യാനെത്തിയ ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു വി വി പ്രകാശ്. എടക്കര GHSSലെ പോളിംഗ് ബൂത്തിലാണ് വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്നത്. ഷംസീർ ചേരുന്നുണ്ട്. ഷംസീർ, നമുക്കറിയാം എങ്ങനെയാണ് ആ കുടുംബം ചർച്ച ചെയ്യപ്പെട്ടത്. അന്തരിച്ച വി വി പ്രകാശിന്റെ വീട്ടിൽ സ്ഥാനാർത്ഥികൾ എത്തിയത് ആര്യാടൻ ഷൌക്കത്ത് അല്ലാത്ത PV അൻവറും M സ്വരാജും എത്തിയത് വലിയ വാർത്തകളായിരുന്നു. അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഉള്ള സ്വാഭാവികമാണ്. പക്ഷേ ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ വോട്ട്? തീർച്ചയായും ധന്യ സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറെ ചർച്ചയായതാണ് വി വി പ്രകാശിന്റെ കുടുംബം. ആ കുടുംബത്തിൽ സ്ഥാനാർത്ഥികൾ എത്തുന്ന കാഴ്ച കണ്ടോടെ പക്ഷേ ആര്യാടൻ ഷൌക്കത്ത് എത്തിയിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി ചർച്ചയായത്. പിന്നീട് PV അൻവർ എത്തുന്നത് കണ്ടു. M സ്വരാജ് അവസാന സമയം വി വി പ്രകാശിന്റെ വീട് സന്ദർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ തരത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായ ഒരു കുടുംബം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശിൻ്റെത് എന്നുള്ളതുണ്ട്. ഇന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് മറ്റു ചില വിവാദങ്ങൾ കൂടി ഉയർന്നു വന്നിരുന്നുവെങ്കിൽ കൂടി അവർ വോട്ട് ചെയ്യാൻ വേണ്ടി എടക്കരയിലെ ഈ സ്കൂളിൽ പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുകയാണ്. എടക്കര GHSSലെ പോളിംഗ് ബൂത്തിലാണ് വി വി പ്രകാശിന്റെ ഭാര്യ സ്മിതയും മകൾ നന്ദനയും ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അവർ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. വി വി പ്രകാശിനെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി കൂടിയായിരുന്നു വി വി പ്രകാശ് എന്നുള്ളത് നമുക്കൊക്കെ ഓർമ്മയുള്ള കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടു മുൻപാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത്. 2700 വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെട്ടതൊക്കെ ഈ 5 വർഷം മുൻപുള്ള ചരിത്രം മാത്രമാണ്. ഇപ്പോൾ വി വി പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ പോളിംഗ് കേന്ദ്രത്തിൽ നിന്ന് മടങ്ങുകയാണ്. അവർ മാധ്യമങ്ങളോട് സംസാരിക്കും എന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഈ ബൂത്തിന് വലിയ തിരക്കുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും രണ്ടുപേരും വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയും ചെയ്ത കാഴ്ച കണ്ടു. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് കൂടി ഇവരുടെ വോട്ട് ഈ സമയത്ത് പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്ത് സന്ദർശിച്ചില്ല എന്നു മാത്രമല്ല, പിന്നീട് M സ്വരാജ് വീട്ടിലെത്തി അവരുടെ ഭാര്യയോടും മകളോടും സംസാരിക്കുക കൂടി ചെയ്തതോടുകൂടിയാണ് വീണ്ടും സജീവ ചർച്ചയായി വി വി പ്രകാശിന്റെ കുടുംബം മാറുന്നതെന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടതുണ്ടെന്ന് വി വി പ്രകാശ് അന്ന് M സ്വരാജ് പറഞ്ഞത് ഇത് മറ്റു രാഷ്ട്രീയ വിവാദങ്ങൾക്കൊന്നും സാഹചര്യമില്ല എന്നും സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു എന്നുമാണ് M സ്വരാജ് അന്ന് പറഞ്ഞത്. ഏതായാലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ അതുണ്ടാക്കുന്ന ചില ചർച്ചകളുണ്ട്. പഴയ ഓർമ്മകളിലേക്ക് ആ സന്ദർശനം എത്തിച്ചിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ വി വി പ്രകാശിന്റെ ഭാര്യയും മകളും പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവർ മാധ്യമങ്ങളോട് ഏതായാലും സംസാരിക്കും എന്ന് കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണല്ലേ? നമ്മുടെ വോട്ട് ബഹിഷ്കരിക്കുകയാണെന്ന തരത്തിൽ വരെ ഇടത് സൈബർ ഇടങ്ങളിൽ പ്രചരണം നടക്കുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. 6 മണി വരെ വോട്ടിംഗ് സമയമുണ്ടല്ലോ. നമുക്ക് എത്തിച്ചേരാനുള്ള തടസ്സം കൊണ്ടാണ് ലേറ്റ് ആയത്. അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ വോട്ട് ചെയ്യായിരുന്നു. അതും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് തന്നെ ചോദിക്കേണ്ടി വരും അവരെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. അതെ, തീർച്ചയായും വൈകാരികമായിട്ടുള്ളൊരു ദിനം തന്നെയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എൻ്റെ അച്ഛൻ മത്സരിച്ച് അതിന് റിസൾട്ട് വരുന്നതിന് 3 ദിവസമാണ് മരണപ്പെടുന്നത്. തികച്ച ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. തികച്ചും ആ വ്യക്തിനെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ അച്ഛനാണല്ലോ.
ഇന്നലെ ഇപ്പോൾ ഈ വോട്ടെടുപ്പ് കഴിയാറായി ഒരു വിജയസാധ്യതയൊക്കെ എങ്ങനെയാണെന്ന് കാണുമ്പോൾ തോന്നുന്നത്? വിജയസാധ്യത തീർച്ചയായും UDF ജയിക്കണം എന്ന് തന്നെയാണല്ലോ. കാരണം ഞങ്ങളുടെ പാർട്ടി UDF ആണല്ലോ. മരണം വരെ കോൺഗ്രസ്സുകാരിയായിരിക്കും എന്നാണ് നേരത്തെ. തീർച്ചയായിട്ടും നിലപാടിലൊരു മാറ്റമില്ല. സ്ഥാനാർത്ഥി വീട്ടിലെത്തിയില്ലാതെ സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങൾക്ക് പരാതിയില്ലാത്ത കാര്യമാണത്. അല്ല, ബ്ലാക്ക് ഡ്രസ് എന്ന് പറയുന്നത് തികച്ചും ധൈര്യത്തിന്റെ ഡ്രസ് തന്നെയല്ലേ. സ്ഥാനാർത്ഥി അതിൽ വലിയ കഴമ്പുള്ള കാര്യമല്ല. ഈ രണ്ട് സ്ഥാനാർത്ഥികളും നിങ്ങളുടെ വീട്ടിലെത്തി ഞങ്ങൾ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഞങ്ങളൊരു കോൺഗ്രസ് അത് സത്യമല്ലേ? ഞങ്ങളിലെ വിശ്വാസമല്ലേ അത്. UDF പാർട്ടിയിൽ ഞങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ UDFന്റെ കൂടെ നിൽക്കുന്നുള്ള അവരുടെ വിശ്വാസമാണത്. ആ വിശ്വാസം ഞങ്ങൾ എന്നും തെളിയിച്ചിരിക്കും ഞങ്ങള്. അവർ കുടുംബം നിലപാട് വ്യക്തമാക്കണം. ആദ്യം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായി മാറിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് രാവിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താൻ എത്താത്തതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനുകൂടിയാണ് മകൾ നന്ദന ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. 6 മണി വരെ പോളിംഗ് സമയമുണ്ടല്ലോ എന്നാണ്. മറ്റൊന്ന് വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് മറുപടി പറയാനില്ല എന്നുകൂടി VV പ്രകാശിന്റെ കുടുംബം വ്യക്തമാക്കുകയാണ്. തങ്ങളെന്നും കോൺഗ്രസിനൊപ്പം ഉണ്ടാകും എന്നുകൂടിയാണ് കുടുംബം പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ എടക്കര GHSSലെ ഈ പോളിംഗ് ബൂത്തിൽ നിന്ന് VV പ്രകാശിന്റെ കുടുംബം വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. ഏതായാലും വോട്ട് ബഹിഷ്കരിക്കുന്ന നിലയിലേക്കൊന്നും പോയിട്ടില്ല എന്നതുകൂടി കാണേണ്ടതുണ്ടായി. ആ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയവർക്കുള്ള മറുപടി കൂടി നൽകുകയാണ് ഇപ്പോൾ VV പ്രകാശിന്റെ കുടുംബം. UDF തന്നെ വിജയിക്കും എന്നുള്ള ഉറച്ച വിജയപ്രതീക്ഷ കൂടി പങ്കുവെച്ചാണ് VV പ്രകാശിന്റെ കുടുംബം ഇപ്പോൾ മടങ്ങുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ഏറ്റവും പ്രധാനമായി മാറുന്നത് ആര്യാടൻ ഷൗക്കത്ത് സന്ദർശിച്ചില്ല എന്നതൊരു ഘട്ടത്തിൽ മാഞ്ഞു പോയിരുന്ന കാര്യമാണ്. അതിനൊടുവിൽ അവിടെ M സ്വരാജ് കൂടി LDF സ്ഥാനാർത്ഥി M സ്വരാജ് ആ വീട്ടിലെത്തി ഇവരെ ഭാര്യയെയും മകളെയും കണ്ട് സംസാരിച്ചതിനു ശേഷമാണ് വീണ്ടും ഈ വിഷയം സജീവ രാഷ്ട്രീയ ചർച്ചയിലേക്ക് മാറുന്നതിനൊടുവിലാണിപ്പോൾ VV പ്രകാശിന്റെ ഭാര്യയും മകളും ഇവിടെ എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്നത്. ധന്യ.